പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ ഈ ഡൈവിന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണിത്. നിങ്ങൾ ആൻഡമാനിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഈ സ്ക്യൂബ ഡൈവ് ചെയ്യുമ്പോൾ ഹാവ്ലോക്കാണ് ബെറ്റർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, നീൽ ഐലൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് മാറ്റേഴ്സ്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സീഷൽ ഹോട്ടൽസിൽ തന്നെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ തന്നെ എടുക്കാൻ. കാരണം ഈ ഡൈവിങ്ങിൻ്റെ ഒരു ഓഫീസ് അവരുടെ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്, അവരുടെ ആ ഒരു ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ തന്നെ. ഇതിപ്പോൾ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നതാണ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഒരു 30 മിനിറ്റ്സ് ട്രെയിനിങ് ഉണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നോക്കണം. നമ്മുടെ ഏജ് ഇതിന് മേലോട്ടേക്ക് ആവരുത്, 50 വയസ്സിന് മേലുള്ളവർക്ക് പറ്റില്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മളൊരു ഡിക്ലറേഷനൊക്കെ സൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡൈവിന് പോകാൻ. അപ്പോൾ അവിടെ ഒരു ഷാലോ വാട്ടേഴ്സിൽ പോയിട്ട് നമുക്കവർ ട്രെയിനിങ് തരും. എന്നിട്ടാണ് നമ്മൾ ഡീപ്പ് വാട്ടേഴ്സിലേക്ക് മറ്റൊരു ബോട്ടിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ഡൈവ് എടുക്കുന്നത്. ഇപ്പോൾ സിന്ദഗി നാമിലേക്ക് ദുബാരയിലൊക്കെ ഉള്ളതുപോലെ കടലിനടിയിൽ നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, പ്രഷർ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്, ചെവിയിലെ പ്രഷർ ഇടയ്ക്കിടയ്ക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര പെയിൻ വരും ചെവിയിലേക്ക്. നമ്മളത് 12 മീറ്ററാണ് ഇവിടെ ഡൈവ് ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നൈജൽ, സിറിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് ചെയ്യാൻ. പക്ഷെ അവർ ആ എക്സ്പീരിയൻസ് അത്രയും അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യണം. നമ്മളങ്ങനെ വല്ലാതെ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം, എന്നാലേ നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇതിന്. പക്ഷെ അത് കംപ്ലീറ്റ്ലി വേർത്തായിരുന്നു. അത്ര മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് കടലിനടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷസ്, പല കളറിലുള്ളത്. അത് വലിയ മീനുകൾ, കുഞ്ഞു മീനുകൾ, നമ്മുടെ നീമോ ഫിഷ് ഇല്ലേ, ടൈഗർ ഫിഷ് എങ്ങനെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അങ്ങനത്തെ മീനുകളെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാം. ഈ പവിഴപ്പുറ്റൊക്കെ നമുക്ക് തൊടാൻ പറ്റും. കടലിനടിയിൽ പോയിട്ട് ഇങ്ങനത്തെ കാഴ്ചകൾ, ഇത്ര മനോഹരമായിട്ടുള്ള നല്ല വെള്ളം, ഭയങ്കര പ്യോർ തെളിഞ്ഞ വെള്ളമാണ് ഇതിന് അടിയിൽ, കടലിനടിയിൽ. പിന്നെ അതൊരു നമ്മൾ അത്രയും പേടിച്ച് ഞാനവൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ആദ്യമൊന്നും ഞാനത് എന്താ പറയുക, ശരിക്കും പേടിച്ചിരുന്നു, നല്ലോണം പേടിച്ചിരുന്നു. കാരണം നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഈ 12 മീറ്റർ ഡെപ്ത്ത് നമുക്ക് കാണാൻ പറ്റും. കടലിൻ്റെ അടിത്തട്ട് ആ ഭാഗത്ത് 12 മീറ്റർ ഡെപ്ത്തുള്ളൂ, അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നല്ല പേടിയായിരുന്നു. പിന്നെ വലിയ മീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഞാനവൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുന്ന സമയമാണ്. പിന്നെ അത് മെല്ലെ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു നല്ല ഡൈവിങ് ടീമിൻ്റെ അടുത്ത് തന്നെ പോകണം. നല്ലോണം ട്രെയിൻഡ് ആയിട്ടുള്ള ആ ട്രെയിനിങ്ങിനൊക്കെ ഒന്നൊരു വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും സ്ക്യൂബ ചെയ്യുക എന്ന് പറയുന്നത്. ഭയങ്കര നല്ല, നമ്മളാ കാഴ്ചകൾ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇനിയും എത്ര കാലം നമുക്കങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തുമില്ല. കാരണം ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം, അതുപോലെ തന്നെ ഈ ഓഷ്യൻ്റെ ആസിഡിറ്റി കൂടുന്നത് കൊണ്ടൊക്കെ ഈ കോറൽസിൻ്റെയൊക്കെ നിറം നഷ്ടപ്പെടുന്നു, ഈ വൈവിധ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളത് സത്യമാണ്. പല സ്ഥലങ്ങളിലും അത് എഫക്റ്റഡ് ആണ് ഓൾറെഡി. അപ്പോൾ ഈ കാഴ്ചകളൊന്നും കൺമറഞ്ഞു പോകുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് അനുഭവിക്കേണ്ടതാണ്, കാണേണ്ടതാണ്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ സീഷൽ ഹോട്ടൽസ് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ സ്റ്റേ അടിക്കുന്നതെങ്കിൽ ഇതിലും നേരത്തെ എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു ചെറിയ സെറ്റപ്പിൽ നമ്മൾ ഈ പിന്നെ സ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഇനി അവരുടെ അടുത്ത് ആ റൈറ്റ് മെഷർമെൻറ്റുള്ള സ്യൂട്ട് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കടലിനടിയിലേക്ക് പോകുന്ന സമയത്ത് വല്ലാതെ നമ്മളെ ബോഡി തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കറക്റ്റ് ഫിറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടാനും അതിന് പ്രിപ്പയർ ആയിട്ട് പോകാനൊക്കെ ഇവരുടെ അടുത്താണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഇവരുടെ അടുത്തൊരു വലിയ സ്റ്റോക്ക് ഉണ്ട്, വലിയൊരു ഓഫീസിനകത്ത് നിറച്ച് ഈ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് പറ്റില്ലെങ്കിൽ മറ്റേത് മാറ്റിയെടുക്കാനും അതൊക്കെ ഉപയോഗിക്കാനൊക്കെയുള്ള പിന്നെ നമുക്ക് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവർ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ട്രിപ്പ് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ, കാരണം എന്താ വെച്ചാൽ നമ്മളെ ലൈഫ് നമ്മൾ ഒരുത്തന്നെ വിശ്വസിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. എന്തെങ്കിലും പാളിപ്പോയാൽ 12 മീറ്റർ ഡൈവിനകത്ത് എന്ത് പാളിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരിക്കും. എന്നാലും നമ്മളൊരാളെ വിശ്വസിക്കല്ലേ, നമ്മുടെ ലൈഫ് കൊണ്ട് വിശ്വസിക്കല്ലേ. അതുകൊണ്ട് നല്ലൊരു ടീമിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സീഷൽ ഹോട്ടൽസ്, ഹാവ്ലോക്കിലുള്ള സീഷൽ ഹോട്ടൽസിലാണ് ഞാൻ ഇത് അറ്റംപ്റ്റ് ചെയ്തത്. ആ വിഷ്വൽസൊക്കെ അതിമനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. നിങ്ങൾ ആൻഡമാനിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കണം.
ഒരു 3000 to 5000 ആയിരിക്കും നമ്മുടെ പ്രൈസിങ് വരിക ഇതിന്, ഈ ഏറ്റവും ബിഗിനർ ലെവൽ അല്ലെങ്കിൽ ബേസിക് ലെവൽ ഡൈവിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കി ആൻഡമാൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.